വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരല്ലേ നിങ്ങൾ? സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല. മലയാളത്തിലെ ഒരു പ്രമുഖ റിയാലിറ്റി ഷോയിലെ ഒരു കണ്ടസ്റ്റന്റ് ലെസ്ബിയൻ പങ്കാളികളായ മറ്റ് 2 കണ്ടസ്റ്റന്റ്സിനെ ഉദ്ദേശിച്ച് ഷോയിൽ പറഞ്ഞതാണിത്. പിന്നാലെ ആ റിയാലിറ്റി ഷോയുടെ അവതാരകനും നടനുമായ മോഹൻലാൽ കടുത്ത ഭാഷയിൽ തന്നെ വിമർശനവുമായി രംഗത്തെത്തി. എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ അവരെ കയറ്റുമെന്ന് ശക്തവും വ്യക്തവുമായി അദ്ദേഹം തുറന്നടിച്ചപ്പോൾ പ്രേക്ഷകരും അത് ഏറ്റെടുത്തു. നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത് ആ റിയാലിറ്റി ഷോയെ പറ്റിയോ അതിലെ നാടകീയ രംഗങ്ങളെക്കുറിച്ചോ ഒന്നുമുള്ള ഒരു അവലോകനമല്ല, മറിച്ച് ഈ സംഭവം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചർച്ചകളെക്കുറിച്ചുമാണ്. ആദില നൂറ എന്ന ലെസ്ബിയൻ പങ്കാളികളെ ലക്ഷ്മി എന്ന കണ്ടസ്റ്റന്റ് വിളിച്ചത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്നാണ്. മത്സരാർത്ഥിയായ ലക്ഷ്മിയെ കൊണ്ട് ഇന്നത് പറയിപ്പിച്ചത് കാലങ്ങളായി സമൂഹത്തിൽ ആഴ്ന്നിറങ്ങിയ ക്യൂർ വിരുദ്ധതയും ആ വിഭാഗത്തിലുള്ള മനുഷ്യരോടുള്ള സമൂഹത്തിന്റെ കടുത്ത അവജ്ഞയുമാണ്. എന്നാൽ ആ അവജ്ഞയും ക്യൂർ വിരുദ്ധതയും നമ്മളിൽ പലരുമുണ്ടെന്ന വാസ്തവം മറച്ചു വെക്കാൻ കഴിയുന്ന ഒന്നല്ല. സെക്സ് ജോക്കുകൾ എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു കൂട്ടുന്ന ഓരോ നിഷ്കളങ്ക തമാശകൾക്ക് പിന്നിലും അവരെ അധിക്ഷേപിക്കുന്ന എത്രയെത്ര വാക്കുകളുണ്ട്. പലർക്കും അവരുടെ സുഹൃത്തുക്കളെ പരിഹസിക്കാനും അവരെ നിശബ്ദരാക്കാനും എടുത്തു പ്രയോഗിക്കാൻ കഴിയുന്ന അധിക്ഷേപ വാക്കുകളുടെ പട്ടികയിലുള്ളതാണ് ഈ ഗേ, ലെസ്ബിയൻ, ട്രാൻസ് എന്നതൊക്കെ. അങ്ങനെ മനുഷ്യത്വരഹിതമായി ഒരു വിഭാഗത്തെ അവരുടെ സ്വത്വത്തെയും മോശമാക്കി കണക്കാക്കുന്നവർക്ക് സ്വീകാര്യത ലഭിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് ലക്ഷ്മിയെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന, പ്രേക്ഷകർക്ക് തത്സമയം വീക്ഷിക്കാൻ കഴിയുന്ന ഒരു പരിപാടിയിൽ നിന്നിങ്ങനെ ആർജവത്തോടെ പറയാൻ ഊർജം നൽകിയത്. ഈ ഒരു ഒറ്റ കാരണം തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ തന്റെ വ്യക്തിപരമായ ഒപ്പീനിയനാണെന്ന് ധൈര്യത്തോടെ അവർക്ക് പറയാൻ അവസരവും നൽകിയത്. മനുഷ്യത്വ വിരുദ്ധത എങ്ങനെയാണ് പേഴ്സണൽ ഒപ്പീനിയൻ ആവുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. സെക്ഷുവാലിറ്റിയുടെ പേരിൽ തങ്ങൾ അത്രയും നാൾ നിന്നിരുന്ന വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഒറ്റ ദിവസം കൊണ്ട് പുറത്താക്കപ്പെട്ടവർ, അവരെന്താണെന്നോ അവരുടെ യഥാർത്ഥ സ്വത്വം എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ പരാജയപ്പെട്ട ഒരു സമൂഹം അവരെ ഏതോ നികൃഷ്ട ജീവികളായോ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരായോ ചാപ്പ് കുത്തി പുറത്താക്കുന്നു. പിന്നീട് എല്ലാ വേദനഭാരവും താങ്ങി അവർ പുതിയിടത്ത് ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നു. ഇതിനിടയിലും എത്രയോ തവണ സെക്ഷുവാലിറ്റി എന്ന ഒറ്റ കാരണം കൊണ്ട് അവർ പലയിടങ്ങളിൽ കുത്തുവാക്കുകൾ നേരിടേണ്ടി വരുന്നു. എന്നിട്ടും അവർ ഉയർത്തെഴുന്നേൽക്കുന്നു. അത്രയും കാലം പോറ്റി വളർത്തിയവർക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു സമൂഹത്തിൽ നിന്ന് പോരാടുന്നു. തങ്ങൾക്ക് നേരിടുന്ന അനീതികളെക്കുറിച്ച് തുറന്നു പറയുന്നു. പ്രിയരെ, അതിന് ചില്ലറ ധൈര്യമൊന്നുമല്ല വേണ്ടത്. ഇനി ഇതിനെല്ലാം അപ്പുറം സന്തോഷവും പ്രത്യാശയും തരുന്നത് മറ്റൊന്നാണ്. ഒരു കാലത്ത് സമൂഹം ഏറ്റവും മോശമായി കണ്ടിരുന്ന ഒരു വിഭാഗത്തെയാണ് ഇന്ന് മലയാളത്തിന്റെ ഒരു സൂപ്പർ സ്റ്റാർ പിന്തുണച്ചിരിക്കുന്നത്. എന്റെ വീട്ടിൽ ഞാൻ അവരെ കയറ്റുമല്ലോ എന്ന് മോഹൻലാലിന്റെ മറുപടി കാലങ്ങളായി മലയാളികൾ കൊണ്ടു നടന്ന സദാചാര മുഖത്തിനേറ്റ അടിയാണ്. അതിനെല്ലാം അപ്പുറം ഇതൊരു പ്രതീക്ഷയാണ്. പുരുഷന്മാരിലെ സ്ത്രൈണഭാവത്തെ അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടിയ ലാലേട്ടന്റെ പരസ്യവും, പ്രണയത്തിന്റെ അതിർവരമ്പുകൾ പൊളിച്ചെഴുതിയ മമ്മൂട്ടിയുടെ കാതൽ ദി കോർ എന്ന ചിത്രവും, ട്രാൻസ്ജെൻഡർ വേഷം ചെയ്യണമെന്ന് തന്റെ ആഗ്രഹം വെളിപ്പെടുത്തിയ ശോഭനയും നൽകുന്നത് പുതിയ കാലത്തിന്റെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയ്ക്ക് പിന്നിലോ എത്രയോ കാലങ്ങളായി പോരാട്ടം തുടരുന്ന പ്രിയപ്പെട്ട ഒരു കൂട്ടം ക്യൂർ മനുഷ്യരുമുണ്ട്. ഇനി അതിനെല്ലാം അപ്പുറം ആദിലയ്ക്കും നൂറയ്ക്കും ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പിന്തുണ. കാലം മാറിയെന്നും ആളുകൾ മാറി ചിന്തിച്ചു തുടങ്ങിയെന്നുമുള്ള ശുഭസൂചനയാണത്. ഇനി വേണ്ടത് ലക്ഷ്മിയെ പോലുള്ളവർ ഇവർക്ക് ചാർത്തി നൽകുന്ന വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന ലേബൽ ഇല്ലാതാക്കുകയാണ്. അതിനാദ്യം ശ്രമിക്കേണ്ടത് ജീവന്റെ തുടിപ്പ് ആദ്യം അറിയുന്ന മാതാപിതാക്കളിൽ നിന്ന് തന്നെയാവണം, വേണ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെയാകണം. ആൾക്കൂട്ട വിചാരണയ്ക്കും മുൻവിധികൾക്കും വിട്ടുകൊടുക്കാതെ സ്വന്തം കുട്ടി തന്റെ സെക്ഷുവാലിറ്റി എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം. അവരുടെ മേൽ സദാചാരത്തിന്റെയും കീഴ്വഴക്കങ്ങളുടെയും ഭാരം കെട്ടിവെക്കാൻ ശ്രമിക്കുന്നവരെ അകറ്റി നിർത്താൻ ശീലിക്കണം.